ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൺ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ട്രാവലിംഗ് വ്ളോഗും കൂടെയാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ കട ഫ്രണ്ട്സിനെയും ഒക്കെ കാണാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പുറത്ത് പോകുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കോഴിക്കോട് നിന്ന് സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പോയതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഏകദേശം കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ അത്രയും ലെങ്തായി പോവില്ല വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ച് അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ നമ്മൾ അവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ നാളെ രാവിലെയാണ് നമുക്ക് മാരേജ് ഫംഗ്ഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ മാരേജ് ഫംഗ്ഷന് ഒക്കെ വീഡിയോസ് എടുത്തിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡിലീറ്റ് ആയിട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഏകദേശം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്ക് എത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നമ്മുടെ കുടുംബക്കാരുടെ വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി അതിന് ശേഷം നമ്മൾ കോഴിക്കോട് ബീച്ചിലെ, അതായത് കോഴിക്കോട്ടുകാരുടെ അഭിമാനമായ കോഴിക്കോട് ബീച്ചിലേക്കാണ് നമ്മൾ പോയത്. മാത്രമല്ല അവരുടെ സ്വകാര്യം എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരമായ കോഴിക്കോട് ബീച്ചിലെ കുറച്ച് ഐശ്വര്യതയും അതേപോലെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അവർ സ്ഥിരമായിട്ട് അവിടെയുള്ള ആളുകൾ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ബീച്ചിൽ പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഐശ്വര്യതയും അതേപോലെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് വാങ്ങി കഴിച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും ആകുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. അപ്പോൾ എല്ലാവരും കല്ലുമ്മക്കായ നിറച്ചത്, അങ്ങനെ കാടമുട്ട മസാല ഒക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ട്. എങ്കിലും ബീച്ചിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ. അപ്പോൾ എല്ലാവരും ഐശ്വര്യതയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ കോഴിക്കോട് പോയപ്പോൾ തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ ഫാമിലിയും വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. പിന്നെ സാറ്റർഡേ സൺഡേ ആണല്ലോ ഒഴിവ്. ആ ദിവസങ്ങളിൽ എല്ലാവരും, കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലിയും അതേപോലെ തന്നെ കുട്ടികൾ അവിടെ കളിക്കുന്നും അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, പ്രായഭേദമന്യേ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ കഴിച്ച് പിടിച്ച് പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അനിയനും വൈഫും ഉണ്ടായിരുന്നു. അവർ പിന്നെ വൈഫിൻ്റെ വീട് കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മൂത്തുമ്മാടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാമിലീനെയൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എല്ലാവർക്കും വീഡിയോയിൽ വരിക എന്നുള്ളത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ ആരും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് പാരാമൗണ്ടിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. നമുക്ക് പകൽ വേറൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബീച്ചിലൊക്കെ ഒന്ന് പോയപ്പോൾ ഒന്ന് റിലാക്സായി. അതിനുശേഷം പിന്നെ നമ്മൾ റൂമിൽ വന്ന് പിന്നെ റെസ്റ്റ് എടുത്തൊന്ന് ഉറങ്ങി ഫ്രഷായി രാവിലെ പിന്നെ എണീറ്റ് നമുക്ക് കല്യാണത്തിന് പോവുകയും ചെയ്യാം. അത്യാവശ്യം എല്ലായിടത്തൊക്കെ ഒന്ന് കറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിൽ ആക്കി തരാൻ വേണ്ടിയിട്ട് അനിയനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ വിൻഡോ സൈഡിൽ റെയിൽവേ പാളമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ. ഒരുപാട് വീടും അതേപോലെ തന്നെ ഒക്കെ ഉള്ളവരായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. വെള്ളപ്പം, അതേപോലെ തന്നെ ദോശ, സാമ്പാർ, ഇഡ്ഡലി, ചട്നി, ഫ്രൂട്ട്സ്, പുട്ട്, കടല, ഇങ്ങനെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റും അതേപോലെ തന്നെ പത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ കുറേ പേര് മുട്ട റോസ്റ്റും ഇതും പിന്നെ ഹസ്ബൻഡ് ഫ്രൂട്ട്സ് മാത്രമാണ് കഴിച്ചത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നടന്നതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി കല്യാണത്തിന് പോകണം. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് ശരിക്കും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ പോയപ്പോഴും നല്ല തിരക്കായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ആയിട്ട് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ റൂമിൽ വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ അവിടെ SM സ്ട്രീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ SM സ്ട്രീറ്റിൽ പോയിട്ട് ജസ്റ്റ് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കൽ 1-2 പ്രാവശ്യം പോയി, പക്ഷേ മുഴുവനായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോക്കുമ്പോൾ അവിടെ നല്ല സൺഡേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിഞ്ഞ് വരുന്ന വഴിയിൽ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് എടപ്പാൾ റോട്ടിനുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ നേരെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ അറിയിക്കുക. നിങ്ങൾ ആരും തന്നെ കമൻറ്റിൽ ഒന്നും അറിയിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എന്ത് ആണെങ്കിലും നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.